ഇൻഷുറൻസ് അടച്ചിട്ടില്ല അല്ലേ? സമൂഹ മാധ്യമങ്ങളടക്കം തന്നെ ഈ വീഡിയോ ചിത്രീകരിച്ച് അങ്ങനെ പോസ്റ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ മനംനൊന്താണ് ദീപക് ആത്മഹത്യ ചെയ്തതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി വ്യക്തമാക്കുന്നത്. ഒപ്പം ഷിംജിയുടെ ഫോണിൽ നിന്ന് ദീപകിനെ ഉൾപ്പെടുത്തിയാണ് 7ഓളം വീഡിയോകൾ എന്ന് പറയുന്നത് ദീപകുമായി ബന്ധപ്പെട്ട ഫോണിൽ നിന്ന്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഷിംജിത അവർക്ക് മാത്രം കൊമ്പുണ്ടോ? അല്ല, സാധാരണ പ്രതികൾക്കൊന്നും കൊടുക്കാത്ത ഒരു സോഫ്റ്റ് കോർണർ പുള്ളിക്കാരി എടുത്ത് മാത്രം തോന്നാനുള്ള കാരണം എന്തുവാ? കാരണം സാധാ പ്രതികളെയൊക്കെ ജീപ്പിന്റെ പുറകെ കൊണ്ടുപോകുമ്പോൾ പുള്ളിക്കാരിക്ക് മാത്രം ഒരു പ്രൈവറ്റ് വാഹനത്തിൽ AC ഇട്ട് പുള്ളിക്കാരിയെ ബാക്കി സുഖമായിട്ടിരുത്തിയാ കൊണ്ടുപോയത്. മെയിൻ ആയിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ കൊണ്ടുപോയ കാരണം ആണെങ്കിൽ ഇൻഷുറൻസും ഇല്ല. ഇവരുടെ കേസാണെങ്കിൽ ഇപ്പൊ പുതിയൊരു വഴിത്തിരിവിലോട്ട് വെക്കൊണ്ടിരിക്കുക. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചേച്ചി പോയ ആ പ്രൈവറ്റ് കാറിനെ കുറിച്ചാണ്. ആ കാറിനാണെങ്കിൽ ഇൻഷുറൻസ് ഇല്ല. പിന്നെ ചേച്ചി ആണെങ്കിൽ ജയിലിൽ പോകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ലാസ്റ്റ് റീൽസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതാണ്ട് ഞാനാണെങ്കിൽ ഒരു പോലീസുകാരൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ എൻ്റെ ഭാഗത്തിനെ കുറിച്ചുള്ള എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ ഒരു പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ ചേച്ചി പോയത്. പിന്നെ ഇവർക്കെതിരെയുള്ള FIR കോപ്പി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുകയുണ്ടായത് ആ കേസ് അന്വേഷിച്ച ആളുടെ പേര് അരുൺ എന്നങ്ങാണ്ട. എല്ലാവരും ശ്രദ്ധിച്ച സംഭവം എന്ന് പറയുമ്പോൾ എല്ലാവരെയും പോലീസ് വണ്ടി, അതായത് പോലീസിന്റെ സർക്കാർ വണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ചേച്ചിയെ മാത്രം പ്രൈവറ്റ് വണ്ടിക്കകത്ത് AC ഇട്ട് കൊണ്ടുപോകുന്നു. ആ കാറിന്റെ നമ്പർ വെച്ച് എല്ലാവരും RTO സെർച്ച് ചെയ്യുന്നൊന്നും അവരൊന്നും ജന്മത്ത് വിചാരിച്ചാണ്. ആ കാറിനാണെങ്കിൽ ഇൻഷുറൻസും ഇല്ല. അതും പറഞ്ഞാൽ കാറിന്റെ ഓണറിന്റെ പേര് അരുൺ എന്ന് തന്നെ. മൂന്നും കൂടെ വെച്ച് കണക്ട് ആക്കുന്നവർ ഇവരാണെങ്കിൽ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന്. കേസ് അന്വേഷിച്ച ആളുടെ പേര് ഇങ്ങനെ, ആ കാറിന്റെ ഓണറിന്റെ പേര് ഇങ്ങനെ. ബുദ്ധിയുള്ളവരെല്ലാം കൂടെ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന്റെ ഉത്തരം കിട്ടും. പക്ഷെ പിന്നെ വന്നിട്ടുള്ളൊരു സംഭവം എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ ഫോൺ അവര് പൊക്കിയെന്ന്. കോഴിക്കോട്ടെ ദീപക് മനം നൊന്താണ് ആത്മഹത്യ ചെയ്തതെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പ്രതി ഷിംജിതയുടെ ഫോണിൽ നിന്ന് ദീപകിനെ ഉൾപ്പെടുത്തിയുള്ള 7 വീഡിയോയും കണ്ടെത്തിയിട്ടുണ്ട്. വിശദാംശങ്ങൾ അനന്തു രാമചന്ദ്രൻ നൽകും. വേണ്ട, അതിന്റെ വിശദാംശം അനന്തു പറയണ്ട, ഞാൻ പറയാം. ചേച്ചിക്ക് റീച്ച് വേണമെങ്കിൽ പുള്ളിക്കാരന്റെ ഫേസ് ക്യാമറയ്ക്കകത്ത് കൊണ്ടുവന്നാലേ പുള്ളിക്കാർക്ക് റീച്ച് കിട്ടത്തുള്ളൂ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ ചേട്ടനെ കുറ്റം പറയാൻ വേണ്ടി കമന്റ് കൂടുതലായിട്ട് വരത്തുള്ളൂ. അപ്പൊ ചേച്ചിക്ക് പുള്ളിക്കാരന്റെ ഫേസ് ക്യാമറ കൊണ്ടുവരണം. ഈ സൈഡിൽ നിന്നൊരു വീഡിയോ, ആ സൈഡിൽ നിന്നൊരു വീഡിയോ, ബാക്കിൽ നിന്നൊരു വീഡിയോ, ഒന്നിലും പുള്ളിക്കാരന്റെ ഫേസ് കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി 2 തട്ട് തട്ടി വിളിച്ച് പുള്ളിക്കാരൻ തിരിഞ്ഞപ്പോൾ അതും വീഡിയോ എടുത്ത് പിടിച്ച്. ഇതല്ല കോമഡി. പിറ്റേ ദിവസം ചേച്ചി റീൽസ് ഇട്ടിട്ട് അതിന്റെ വ്യൂസും റീച്ചും ലൈക്കും കമന്റും നോക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പം അതേ സ്ഥാനത്ത് ആ പുള്ളിക്കാരൻ അമ്മ ഡോർ തുറക്കുമ്പോൾ കാണുന്നത് സ്വന്തം മോൻ മരിച്ചു കിടക്കുന്നത്. സൂയിസൈഡ് ചെയ്ത് മരിച്ചെന്ന് ഞാൻ പറയത്തില്ല. നീ കൊന്നേല്ലോടി? ഇല്ലില്ല, ഇതുകൊണ്ടൊന്നും കഥ തരുന്നില്ല. ഇനി ബാക്കിയും കൂടെ നിങ്ങളൊന്ന് കേക്ക്. വ്യക്തമാക്കുന്നത്. ഒപ്പം ഷിംജിയുടെ ഫോണിൽ നിന്ന് ദീപകിനെ ഉൾപ്പെടുത്തിയാണ് 7ഓളം വീഡിയോകൾ എന്ന് പറയുന്നത് ദീപകുമായി ബന്ധപ്പെട്ട ഫോണിൽ നിന്ന് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ്. 7ഓളം ദൃശ്യങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് പോലീസ്. ഒപ്പം തന്നെ ഈ ഫോണിൽ നിന്ന് ഷിംജിത ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അവരുടെ അക്കൗണ്ടുകളാണ്, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലാണല്ലോ ഇതൊക്കെ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ പ്രാഥമികമായ പരിശോധന ഫോണിൽ നടത്തിയപ്പോഴാണ് ഇവിടുന്ന് അടുത്ത കഥ തുടങ്ങുന്നത്. ചേച്ചി എന്തിന് ഡിലീറ്റ് ആക്കി? ചേച്ചിക്ക് ബസ്സി ഒരു മോശം അനുഭവം ഉണ്ടായി, അത് ആൾക്കാരെയൊക്കെ കാണിക്കണം. ചേച്ചി അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ എന്തിന് ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റീൽസും ഡിലീറ്റ് ആക്കി ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും തന്നെ ഡിലീറ്റും ചെയ്ത് കളഞ്ഞേ? അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒറ്റ സംഭവത്തിൽ കൂടെ തന്നെ നമുക്ക് വ്യക്തമാണ് ചേച്ചി റീച്ച് ഉണ്ടാക്കാനല്ലാതെ വേറെ ഒന്നിനും അല്ല പുള്ളിക്കാരനെ വീഡിയോ പിടിച്ചിട്ട് നാറ്റിച്ച്. ഇത് മാത്രമല്ല, ഇനി അടുത്ത സംഭവം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഇത് കോടതി അറിയണം. കോടതികളിലും ഇത് വ്യക്തമായി കോടതി കേസെടുക്കേണ്ടതാണ് ശരിക്കും. അത് ശരി. അപ്പൊ ഞാനിത് എന്നോടൊരു പ്രേക്ഷകൻ യൂട്യൂബിൽ പറഞ്ഞപ്പോ ഞാനിത് സത്യമാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പൊ കറിയോ ചെക്ക് ചെയ്തപ്പോ ഇൻഷുറൻസ് അടച്ചിട്ടില്ല അല്ലേ? അടച്ചിട്ടില്ല. കണ്ട, ആ വണ്ടിക്കാണെങ്കിൽ ഇൻഷുറൻസ് ഇല്ല. ഈ പെണ്ണുമ്പിളുടെ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ്റെ വണ്ടിയാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലാതെ അവിടെ നടക്കട്ടെ, നമ്മുടെ ചർച്ച വിഷയം അതല്ല. പക്ഷെ ചേച്ചിയെ എന്തുകൊണ്ട് ആ പ്രൈവറ്റ് കാറി AC ഇട്ട് കൊണ്ടുപോയി? ഇവർ അതേ സ്ഥാനത്ത് വല്ല ആണുങ്ങളും വല്ലവരെങ്കിൽ വലിച്ചടിച്ച് കാറിൽ കൊണ്ടുപോയതിന് രാവിലെ തൊട്ട് വാർത്തക്കാരെയൊക്കെ വിളിച്ചറിയിച്ച് അവിടെ കൊണ്ടുവന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ടൊക്കെ കൊണ്ടുപോകത്തുള്ളായിരുന്നു. ഇവരെ പിടിച്ച് 10 മണിക്ക് പിടിച്ചെങ്കിൽ 3 മണിക്ക് വാർത്തക്കാരെ തന്നെ അറിയുന്നത് ഇവരെ പിടിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു മണം അടിച്ചാൽ തന്നെ എല്ലാം കണ്ടുപിടിക്കുന്ന മീഡിയക്കാർക്ക് ഇത് കിട്ടിയില്ലെന്ന് പറയുമ്പോൾ അത് അത്രയും സീക്രട്ട് ആയിട്ട് അവരെ പിടിച്ചെന്നുള്ളതാണ്. AC-കാരിലല്ല സത്യം പറഞ്ഞ് ഇവരെ കൊണ്ടുപോകണ്ട. അപ്പോൾ ഒരു വെയിലത്ത് വലിച്ചടിച്ചുകൊണ്ട് പോകണമായിരുന്നു. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഞാൻ ഒരിക്കലും അങ്ങനെ സപ്പോർട്ട് ചെയ്യാന്ന് മാത്രം നിങ്ങൾ വിചാരിക്കല്ലേ. ഉദാഹരണത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് ഈയിടെ ഒന്ന് അറസ്റ്റ് ചെയ്തായിരുന്നു. അന്നേരം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലോട്ട് കൊണ്ടുവന്നത് ഒരിക്കലും ഒരു മാസ്ക് ഇട്ടിട്ടോ സംഭവങ്ങൾ ഇട്ടിട്ടോ ഒന്നും അല്ല. അത് പോലീസുകാരുടെ വണ്ടിയിൽ എല്ലാവരും യൂണിഫോമിലായിരുന്നു. സാധാരണ ഒരു പ്രതിയെ കൊണ്ടുവരുന്ന കൂട്ട് തന്നെ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ അത് നേരെ തിരിഞ്ഞ് ഈ പെണ്ണുമ്പിള്ളയുടെ അടുത്ത് വരുമ്പോൾ മാത്രം എന്തൊരു ഫേവറിസം. പുള്ളിക്കാരി വാർഡ് മെമ്പർ ഏതാണ്ട് പാർട്ടിയുടെ അതും ഇതും അതൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടാന്നോ? പക്ഷെ അവർ കാണിച്ച സ്വഭാവത്തിന് അവരെ ഇതായിട്ടൊന്നും കൂട്ടാൻ കൊള്ളത്തില്ല. അവർ പാർട്ടിക്കാർ കാണിക്കുന്ന രീതിയാണ് കാണിച്ചത്, അവരൊരു വാർഡ് മെമ്പർ കാണിക്കുന്ന രീതിയാണ് കാണിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ആ ചേച്ചിന്ന് വിളിക്കുന്നത് തെറ്റ്. എൻ്റെ മര്യാദ, അല്ലാതെ അവരുടെ കൂട്ടെനിക്ക് നാണോമാനം ഇല്ലാതിരിക്കുമല്ല. അഥവാ അതെല്ലാം പോട്ടെ, പ്രൈവറ്റ് വാഹനത്തിൽ കൊണ്ടുവന്ന ആൾക്കാരുടെ ജനപ്രക്ഷോഭം ഉണ്ടാവും എന്നും പറഞ്ഞാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ഉണ്ടായപ്പോഴും അവിടെ ജനപ്രക്ഷോഭം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആണുങ്ങൾക്ക് ഒരു നിയമം, പെണ്ണുങ്ങൾക്ക് വേറൊരു നിയമം. അതെന്തൊരു സംഭവം. ഇനി നിങ്ങൾ ഇതൊന്ന് കാണണം. ഞാനെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു റിയാക്ഷൻ വീഡിയോ. ഈ റിയാക്ഷൻ വീഡിയോക്കകത്താണെങ്കിൽ പുള്ളിക്കാരൻ്റെ അഭിപ്രായം പറയുന്നുണ്ട് ഈ ഷിംജിത അവർകളെ കുറിച്ചുള്ള. അതിനകത്ത് വന്നൊരു കമന്റ്, നീയൊക്കെ എന്ത് പറഞ്ഞാലും പെണ്ണിന്റെ ഒരു രോമത്തിൽ പോലും തൊടാനുള്ള വകുപ്പ് പോലും ഇവിടുത്തെ നിയമത്തിൽ ഇല്ല. ഒരൊറ്റ കമന്റിന് 5000 പുറത്ത് ലൈക്കോ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, നീയൊക്കെ ഒരു മനുഷ്യനാണോ?
ഒരാൾ അവിടെ മരിച്ചു കിടക്കും, ആ പുള്ളിക്കാരൻ്റെ വീട്ടുകാർക്കൊക്കെ സങ്കടമുണ്ട്. അവിടെ അന്നേരം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതും തലയെ വെച്ചുകൊണ്ട് നടക്കുന്നത് ആ ഷിംജിത എന്ന് പറഞ്ഞ അവളെ. ന്യായമായിട്ടുള്ളൊരു കാര്യത്തിലാണെങ്കിൽ ഓക്കെ, പുള്ളിക്കാരൻ എന്തെങ്കിലും തെറ്റായിട്ട് കാണിച്ച് പുള്ളിക്കാരി ഇത് വീഡിയോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ. ഇത് റീച്ചിന് വേണ്ടി പുള്ളിക്കാരനൊന്നും അറിയാത്ത സംഭവം വരെ പുള്ളിക്കാരൻ്റെ മുഖം പേടിച്ച് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആക്കി ഇട്ട് റീച്ച് ഉണ്ടാക്കിയതിന് നീയൊക്കെ അവളെ സപ്പോർട്ടും ചെയ്ത് തലയെ വെച്ചുകൊണ്ട് നടക്കുന്നത്. അത് ഇതൊക്കെ എന്തോത്തിനാ ഈ സംഭവം ഇത്ര കത്തിയുണ്ട്? അല്ലെങ്കിൽ പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ എണ്ണം ഇറങ്ങിയാണ് ഇവരെ സപ്പോർട്ട് ചെയ്ത് തല കയറ്റി വെച്ച് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ആക്കി ഇടാൻ വേണ്ടി. ഇവരെ ഇത്ര സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി 5000 ലൈക്ക് കൊടുക്കാൻ വേണ്ടി ആ മറ്റേ ഷിംജിത അവറുകൾ അവാർഡൊന്നും മേടിച്ചിട്ടല്ലല്ലോ ജയിലിലോട്ട് പോയത്. തോന്നിയ ദിവസം കാണിച്ചിട്ടില്ലേ? നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നാളെ അവരും ബസ്സിൽ കയറി അവർക്ക് ഇതേപോട്ടുള്ള അനുഭവം എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞ് ആ ചേച്ചിയെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഇതേപോട്ടൊരു 5000 ലൈക്കിന് വേണ്ടി കമന്റ് ഇടാൻ മറക്കല്ലേ കേട്ടോ. ഈ കമന്റ് ഇട്ട് ഇവരെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിനെയും കുറിച്ചാണ് പറയുന്നത്. എല്ലാവരുടെയും വീട്ടിലും ആൾക്കാരുണ്ടല്ലോ, അവർക്ക് നാളെ ഇതേപോട്ടൊക്കെ അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു സംഭവത്തോടു കൂടി ക്യാമറ ഓൺ ആക്കി വെച്ച് പെണ്ണുങ്ങളാരും ഇനി ബസ്സിൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ ഞാൻ പറയാം, ചേച്ചിക്ക് എന്തെങ്കിലും അന്നേരം മോശമായിട്ട് തോന്നിയായിരുന്നെങ്കിൽ ആ ബസ്സിലുള്ള ആരുടെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ അത് സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുത്തേനെ. ചേച്ചിയുടെ സൊല്യൂഷൻ ക്യാമറ ഓൺ ആക്കി വെച്ചാൽ ആ പുള്ളിക്കാരൻ നാണം കെടുത്തന്നെ റീച്ച് ഉണ്ടാക്കണം. അതിനുള്ളത് അവർക്ക് ഇപ്പോൾ കിട്ടുകയും ചെയ്ത ആവശ്യത്തിന്. എന്തായാലും വയറുന്നറിഞ്ഞ് കാണും. ഇനിയിപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിനും ഓരോരുത്തരും ഇതായിട്ട് പണി വന്നുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം എന്തായാലും ഇവർക്ക് പറ്റുന്ന അത്ര ശിക്ഷ ആൾക്കാർ മേടിച്ച് കൊടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ.